സർ പഠിക്കാൻ വേണ്ടിയിട്ട് റെഫറൻസ് ബുക്സ് ആവശ്യമുണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. പലർക്കും NCERT എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് NCERT ബുക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് NCERT ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അത് എന്തായാലും നിങ്ങൾക്ക് വേണം. പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊരു ബുക്ക് വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ് കുറേ ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കുറേ ബുക്കൊന്നും വാങ്ങിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കും പിന്നെ ഒരു റെഫറൻസ് ബുക്ക് മതി. അത് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ എക്സാമിനറിൻ്റെ ഗൈഡ് തന്നെയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് നേരത്തെ ജോയിൻ ചെയ്തിട്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഫീസ് ഇവിടെ കാണായിരിക്കും നിങ്ങൾക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബുക്ക് മാത്രമായിട്ട് വേണ്ടവർക്ക് അതൊരൊറ്റ ബുക്ക് മതി. ഓക്കെ, ഇപ്പോൾ എക്സാമിനറിൻ്റെ വേറെ ഏത് ബുക്കാണെങ്കിലും ഓരോ സബ്ജക്റ്റ് നിങ്ങൾ ഒരു ബുക്ക് മാത്രം റെഫറൻസ് ആയിട്ട് വെച്ചാൽ മതി. അതിൽ കൂടുതൽ ബുക്ക് വായിച്ചിട്ട് വെറുതെ പൈസ വേസ്റ്റ് എന്നല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? മാക്സിമം ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പഠിക്കാൻ വേണ്ടി ബുക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പഠിക്കാൻ വേണ്ടി ക്ലാസ്സുകൾ തന്നെയാണ് വേണ്ടത്. അതൊന്നെങ്കിൽ സ്കൂളിലെ ക്ലാസ് അല്ല നമ്മുടെ ബാച്ചിലെ ക്ലാസ്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബുക്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.